കരുവന്നൂർ ബാങ്ക് കള്ളപ്പണക്കേസിൽ മുൻമന്ത്രി കെ രാധാകൃഷ്ണൻ എംപിക്കെതിരായ ഇ ഡി തെളിവുകളും മൊഴികളും ശക്തം. കള്ളപ്പണത്തിന്റെ പങ്ക് പറ്റാൻ ബാങ്ക് അക്കൗണ്ട് തുറന്നത് തൃശൂർ ജില്ലാ സെക്രട്ടറിയായിരുന്ന കെ രാധാകൃഷ്ണൻ നിർദ്ദേശപ്രകാരമെന്ന് ഇ ഡി കണ്ടെത്തൽ. കലൂർ PMLA കോടതിയിൽ സമർപ്പിച്ച കുറ്റപത്രത്തിലെ കൂടുതൽ വിശദാംശങ്ങൾ പുറത്തുവരുമ്പോഴാണ് കേസിലെ നേതാക്കളുടെ പങ്കാളിത്തം വ്യക്തമാകുന്നത്. ജിജീഷ് കരുണാകരൻ ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി. ജിജീഷ്, ഈ കുറ്റപത്രത്തിലെ കൂടുതൽ തെളിവുകൾ അല്ലെങ്കിൽ അതിൽ ചേർത്തിരിക്കുന്ന കാര്യങ്ങൾ പുതുതായി പുറത്തു വരുന്ന സമയത്താണ് എത്രത്തോളം വലിയ തട്ടിപ്പ് നടന്നിട്ടുണ്ട്, ആർക്കൊക്കെ കൃത്യമായ പങ്കുണ്ടായിരുന്നു എന്ന കാര്യത്തിലൊക്കെ വ്യക്തത വരുന്നത്. എന്തൊക്കെയാണ് പുതിയ വിവരങ്ങൾ? വീണ, കരുവന്നൂർ കള്ളപ്പണ കേസിൽ പ്രതികളായ നേതാക്കൾ ഏതെല്ലാം വിധേനയാണ് അതിലെ പങ്കാളിത്തം ഉണ്ടായത്, അവരുടെ പങ്കാളിത്തം ഉറപ്പിച്ചത് എന്ന കാര്യം തന്നെയാണ് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് നൽകിയിരിക്കുന്ന കുറ്റപത്രത്തിൽ വളരെ വിശദമായി തന്നെ ചൂണ്ടിക്കാണിക്കുന്നത്. അതിലേറ്റവും പ്രധാനമെന്ന് പറയുന്നത് CPMൻ്റെ തൃശ്ശൂർ മുൻ ജില്ലാ സെക്രട്ടറിയും ഒപ്പം തന്നെ മുൻ മന്ത്രിയും മുൻ സ്പീക്കറുമായ കെ രാധാകൃഷ്ണൻ, നിലവിലെ MP, ഈ ഒരു സാമ്പത്തിക ഇടപാടിൽ, കള്ളപ്പണ ഇടപാടിൽ കൃത്യമായ പങ്കാളിയായിട്ടുണ്ട്. വലിയ തെളിവുകളാണ് തങ്ങളുടെ പക്കൽ ഉള്ളത് എന്ന കാര്യമാണ് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ചൂണ്ടിക്കാണിക്കുന്നത്. അതിൽ പറയുന്നത് ഈ ഒരു കള്ളപ്പണം നിക്ഷേപത്തിന് വേണ്ടി ഒരു അക്കൗണ്ട്, പാർട്ടി അക്കൗണ്ട് തുടങ്ങുന്ന ഘട്ടത്തിൽ അതിനുവേണ്ടി മുൻകൈ എടുത്തതും ആ അക്കൗണ്ട് ആരംഭിച്ചതും 2016, 2018 കാലത്ത് കെ രാധാകൃഷ്ണൻ CPMൻ്റെ തൃശ്ശൂർ ജില്ലാ സെക്രട്ടറി ആയിരുന്ന കാലത്താണ്. കെ രാധാകൃഷ്ണൻ കൃത്യമായി അറിയാമായിരുന്നു കരുവന്നൂർ സഹകരണ ബാങ്കിൽ അനധികൃത വായ്പകൾ സമാഹരിച്ച ആളുകൾ, ഇത്തരത്തിൽ മാത്രമല്ല ബിനാമി പേരുകളിലടക്കം വായ്പകൾ സംഘടിപ്പിച്ച ആളുകൾ, അവർക്ക് അനധികൃത ലോണുകൾ ലഭിച്ചതിൻ്റെ പ്രത്യുപകാരമായി ഒരു നിശ്ചിത തുക പാർട്ടിക്ക് നൽകാൻ ആഗ്രഹിക്കുകയും പാർട്ടി അത്തരത്തിലുള്ള സമ്മർദ്ദം ചെലുത്തുകയും ചെയ്തിരുന്നു. അങ്ങനെയുള്ള ആളുകൾക്ക് പണം നൽകുന്നതിന് വേണ്ടിയാണ് പുറത്തുശ്ശേരി പുറത്തുശ്ശേരി കമ്മിറ്റിക്ക് വേണ്ടി പാർട്ടി ഓഫീസ് നിർമ്മിക്കുന്നതിന് വേണ്ടി 10 ലക്ഷം രൂപയുടെ സമാഹരണം എന്ന പേരിൽ ഫണ്ട് ആരംഭിച്ചത്. അതിലേക്കാണ് ഈ ആളുകളെല്ലാം തന്നെ പണം നിക്ഷേപിച്ചത്. അതുകൊണ്ട് തന്നെ ജില്ലാ സെക്രട്ടറി അറിഞ്ഞിട്ടാണ് ഈ ഫണ്ടിൻ്റെ ഇടപാടുകളെല്ലാം നടന്നത് എന്ന കാര്യമാണ് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ കുറ്റപത്രത്തിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ പുറത്തു വരുമ്പോൾ അതിൽ സൂചിപ്പിക്കുകയും ചെയ്തിരിക്കുന്നത്. മാത്രമല്ല, ഈ പാർട്ടി അക്കൗണ്ടിലേക്ക് നേരത്തെ പ്രതിയേർക്കപ്പെടുകയും പിന്നീട് മാപ്പുസാക്ഷിയാക്കപ്പെടുകയും ചെയ്തിരുന്ന ബാങ്കിൻ്റെ സെക്രട്ടറി 1 ലക്ഷം രൂപ നൽകിയിട്ടുണ്ട്. ഈ 1 ലക്ഷം രൂപ നൽകിയിരിക്കുന്നതും ഇത്തരത്തിൽ ഇടപാടുകളിലൂടെയായിരുന്നു. അതായത് അനധികൃത വായ്പകൾ അനുവദിച്ച ആളുകളാണ് ആ പണവും പലരായി നൽകുകയായിരുന്നു എന്ന കാര്യമാണ് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് വ്യക്തമാക്കുന്നത്. മാത്രമല്ല, ഈ ബാങ്ക് ഡയറക്ടർമാർ പോലും ഇതിലേക്ക് പണം കൈമാറിയിരുന്നു. ഈ സ്ഥലം പോയി പരിശോധിക്കുന്നതിന് വേണ്ടി, ലോണുകൾ അനുവദിക്കുന്നതിന് മുമ്പായി അവർക്ക് ആ ഭൂമി ഉണ്ടോ എന്നതെല്ലാം പരിശോധിക്കുന്നതിന് വേണ്ടി ബാങ്ക് ഡയറക്ടർമാർ അതാത് സ്പോട്ടുകൾ എത്തിയിരുന്നു. അങ്ങനെ പരിശോധിക്കുന്നതിന് നിയമാനുസൃതമായി തന്നെ ഒരു നിശ്ചിത തുക അവർ കൈപ്പറ്റുകയും ചെയ്തിട്ടുണ്ട്, ബാങ്ക് ഡയറക്ടർമാർ. അങ്ങനെ കൈപ്പറ്റിയ പണം പിന്നീട് അവരും ഈ ഒരു അക്കൗണ്ടിലേക്ക് നിക്ഷേപിച്ചതായും എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് പറയുന്നു. അങ്ങനെ ആദ്യ അവസാനം കൃത്യമായി കെ രാധാകൃഷ്ണൻ MPയുടെ പങ്കാളിത്തം സൂചിപ്പിച്ചത് തന്നെയാണ് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ കുറ്റപത്രത്തിൽ അദ്ദേഹവുമായി ബന്ധിപ്പിക്കുന്ന കാര്യങ്ങൾ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് സൂചിപ്പിക്കുന്നത്. അങ്ങനെ CPM നേതാക്കൾക്ക് കരുവന്നൂർ സഹകരണ ബാങ്ക് ഇടപാടുമായി ഉള്ള ഓരോ ആളുകളുടെയും പങ്കാളിത്തം അരക്കെ ഉറപ്പിച്ചുകൊണ്ട് അതിന്റെ തെളിവുകൾ മുന്നോട്ട് വയ്ക്കുകയാണ് എന്ന് വ്യക്തമാക്കുന്നത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കലൂർ PMLA കോടതിയിൽ ഈ കുറ്റപത്രം നൽകിയിരിക്കുകയും അതിൽ ഓരോ നേതാക്കളുടെയും പങ്കാളിത്തം വിശദമായി സൂചിപ്പിക്കുകയും ചെയ്തിരിക്കുന്നത്. ഈ അക്കൗണ്ടിനെ സംബന്ധിച്ച വിശദാംശങ്ങൾ കൂടി ഈ ഒരു കുറ്റപത്രത്തിനൊപ്പം അന്വേഷണ സംഘം ചേർക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതെല്ലാം കാലഘട്ടങ്ങളിൽ എത്രയെല്ലാം രൂപയാണ് ആ അക്കൗണ്ടുകളിലേക്ക് എത്തിയിട്ടുള്ളത്, ആരെല്ലാമാണ് അത്തരത്തിൽ പണം നിക്ഷേപിച്ചത്, ഘട്ടങ്ങളിലായി എത്ര രൂപ വീതമാണ് പണം നൽകിയിരിക്കുന്നത്, ആ 10 ലക്ഷം രൂപ സമാഹരിക്കപ്പെട്ടതിന് ശേഷം ആ അക്കൗണ്ടിലെ പണം മറ്റു ചില അക്കൗണ്ടുകളിലേക്ക് മാറ്റിയിരുന്നു. അതായത് മുകൾ ബ്രാഞ്ചുകളിലേക്കായിരുന്നു അത് മാറ്റിയിരുന്നത്. ബ്രാഞ്ചുകൾക്കുണ്ടായിരുന്ന അക്കൗണ്ടുകളെ സംബന്ധിച്ചായിരുന്നു ഇത്തരത്തിലുള്ള സാമ്പത്തിക ഇടപാടുകൾ നടത്തിയിരുന്നത്. ബ്രാഞ്ച് തലത്തിൽ തുടങ്ങിയ അക്കൗണ്ടുകളിലേക്ക് എത്തുന്ന പണം അത് പരിധി കഴിയാൻ നേരത്ത് ഏരിയ കമ്മിറ്റി അക്കൗണ്ടുകളിലേക്കും പിന്നീട് അവിടെ നിന്ന് ജില്ലാ കമ്മിറ്റിയുടെ അക്കൗണ്ടുകളിലേക്കുമായിരുന്നു പണം മാറ്റിയിരുന്നത് എന്ന കാര്യമാണ് പ്രധാനമായും അവിടെ ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. മാത്രമല്ല, ഈ ഓഫീസ് നിർമ്മിക്കാൻ CPM PRY ബിൽഡിംഗ് ഫണ്ട് എന്ന പേരിലായിരുന്നു അക്കൗണ്ട് തുടങ്ങിയിരുന്നത്. ഈ PRY ബിൽഡിംഗ് ഫണ്ട് അക്കൗണ്ടിലേക്കാണ് ഈ 10 ലക്ഷം രൂപയും എത്തിയിരിക്കുന്നത്. അതിൽ പണം നൽകിയിരിക്കുന്ന മുഴുവൻ ആളുകളും അനധികൃത വായ്പകൾ സംഘടിപ്പിച്ച ആളുകളാണ് എന്നാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പറയുകയും ചെയ്യുന്നത്. അത് കെ രാധാകൃഷ്ണന് മാത്രമല്ല, വിവിധ കാലഘട്ടങ്ങളിൽ CPM തൃശ്ശൂർ ജില്ലാ സെക്രട്ടറിമാരായിരുന്ന ആളുകൾക്ക്, MM വർഗീസ് ഉൾപ്പെടെ ഇവിടെ പ്രതിപട്ടികയിലേക്ക് എത്തിയിട്ടുള്ള AC മൊയ്തീൻ അടക്കമുള്ള ആളുകൾക്ക് ഈ കേസിൽ കൃത്യമായ പങ്കാളിത്തം ഉണ്ട് എന്നുകൂടി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വ്യക്തമാക്കുന്നുണ്ട്. അങ്ങനെ അന്വേഷണം പുരോഗമിക്കുകയും അതിൻ്റെ
അന്തിമ കുറ്റപത്രം, രണ്ടാംഘട്ട കുറ്റപത്രവും നൽകുകയും ചെയ്തതിന് ശേഷം പുറത്തു വരുന്ന വിവരങ്ങൾ അനുസരിച്ച് കൃത്യമായ പങ്കാളിത്തമാണ് ഈ ഓരോ നേതാക്കൾക്കും ഉള്ളത് എന്ന് തന്നെയാണ് തെളിവുകൾ സഹിതം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കോടതിയിൽ അറിയിച്ചിട്ടുള്ളത്. ഓക്കെ, ശരി ജിജീഷ്.